ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ചേർന്ന് നിങ്ങൾ KSFE കുടുംബാംഗമായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു പടിക്കെട്ടും കയറി അറിയേണ്ടതില്ല. ഊഷ്മളമായ ഒരു ഹസ്തദാനം പോലെ. KSFE റിലയബിൾ കസ്റ്റമർ. KSFE വിശ്വസ്തം, സുരക്ഷിതം. പക്ഷെ ഇന്ന് ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് വന്നത്. ഈ ചിത്രങ്ങൾ കണ്ടു നോക്കൂ. എനിക്ക് അടിക്കടി രോഗം വരുന്നതെന്താ? സ്കൂളിലെ എല്ലാവരും എന്നെ മണ്ട എന്ന് വിളിക്കുന്നു. ഞാൻ റണ്ണെടുക്കാൻ ഓടുമ്പോ തളർന്നു പോകുന്നു. ഇതെല്ലാം പോഷകക്കുറവിന്റെ ലക്ഷണമാകാം. പക്ഷേ പോഷകക്കുറവിൽ നിന്ന് രക്ഷപ്പെടാം നാം 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. 1. ഗർഭവതിക്ക് നല്ല ആഹാരം ലഭിക്കണം, സാധാരണയേക്കാൾ 4-1 കൂടുതൽ. 2. അമ്മയുടെ ആദ്യത്തെ കൊഴുത്ത പാൽ വളരെ നല്ലതാണ്, വിശേഷമാണ്, അത് കളയരുത്. അത് കുഞ്ഞിനെ തീർച്ചയായും മൂട്ടണം. 3. കുഞ്ഞിന് 6 മാസമാകുന്നതുവരെ മുലപ്പാൽ മാത്രമേ നൽകാവൂ, വേറൊന്നും പാടില്ല, വെള്ളം പോലും വേണ്ട. 4. കുഞ്ഞിന് 6 മാസം പ്രായമായി 7-ാം മാസം തൊട്ട് സ്തനപാനത്തിനൊപ്പം തന്നെ പോഷണത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മറന്നു പോകരുത്. 4 കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കൂ. പറയൂ, പോഷകക്കുറവേ ഇന്ത്യ വിടൂ. കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. മത്സ്യപ്രിയരായ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യം കരിമീൻ ആണെന്നതിൽ 2 അഭിപ്രായമില്ല. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് സംസ്ഥാന സർക്കാർ എല്ലാ മത്സ്യകൃഷി പദ്ധതികളിലും കരിമീൻ കൃഷിക്ക് വളരെ പ്രാധാന്യം നൽകി ഇന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. മത്സ്യകൃഷി രംഗത്തും മത്സ്യഗവേഷണ രംഗത്തും മത്സ്യവിത്തുൽപാദന രംഗത്തും കർഷകർക്കാവശ്യമായ ധാരാളം ഗവേഷണങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച ഡോക്ടർ KG പത്മകുമാർ സാറാണ് ഇന്ന് നമ്മുടെ കരിമീൻ കൃഷിയുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം കുമരകം റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെൻ്ററിൻ്റെ മുൻ അധ്യക്ഷനും അതുപോലെ തന്നെ ധാരാളം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മാർഗദർശിയുമായി പ്രവർത്തിച്ചു വരുന്നു. കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളുടെ വിദഗ്ധ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാറിനെ കൃഷിദർശനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മുടെ കരിമീൻ കൃഷി മേഖലയിൽ കഴിഞ്ഞ 2010 നമുക്ക് ധാരാളം തനത് മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും കരിമീൻ മത്സ്യത്തെ നമ്മുടെ സംസ്ഥാന മത്സ്യമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചു. ഈ കരിമീനിന് ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ മത്സ്യത്തെ നമ്മുടെ സംസ്ഥാന മത്സ്യമായി അംഗീകരിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് സാർ ഒന്ന് വിശദീകരിക്കും. കേരളത്തിൻ്റെ തനത് മത്സ്യമാണ് കരിമീൻ. തനതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഇന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ കരിമീനുള്ളൂ. അതിൽ കേരളത്തിൽ വേമ്പനാട്ട് കായലാണ് കരിമീനിൻ്റെ തറവാട് എന്ന് പറയാം. അവിടെ നിന്നാണ് മറ്റ് 30 കായലുകളിലോട്ട് ഇത് സംക്രമിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള മത്സ്യമാണ്. ഇന്ന് ചിൽക്ക തടാകം മുതൽ ഏതാണ്ട് കാനറ വരെ, മംഗലാപുരം വരെയുള്ള കടൽത്തീര മേഖലകളിലുള്ള പ്രദേശങ്ങളിലൊക്കെ കരിമീൻ ഇന്ന് ലഭ്യമാണ്. എന്നാലും അതിൻ്റെ തറവാട് എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്. അതിനപ്പുറം കേരളത്തിൻ്റെ തനത് മത്സ്യമാണ്, നമ്മുടെ രുചിശീലങ്ങളുമായി ചേർന്ന് പോകുന്ന മത്സ്യം. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിന് പരമപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം കരിമീനിനുണ്ട്. കരിമീൻ ടൂറിസം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ കരിമീനിന് പ്രാമുഖ്യമുണ്ട്. അതിനപ്പുറം കരിമീനൊരു കുടുംബജീവിതമുണ്ട്. മനുഷ്യർക്ക് അനുകരണീയമായ ഒരു കുടുംബജീവിതമുണ്ട്. അഭിമാനപൂർവ്വം മലയാളിക്ക് കരിമീൻ ഞങ്ങളുടെ സംസ്ഥാന മത്സ്യമാണ് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള സവിശേഷതയുണ്ട്. അടുത്ത കാലത്ത് കാർഷിക സർവകലാശാല കുമരകം കേന്ദ്രത്തിൽ ഇതിൻ്റെ വിത്തുൽപാദന വിദ്യ വികസിപ്പിച്ചെടുത്തു. അതുകൂടി ആയപ്പോൾ തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി നമുക്ക് പറയാവുന്ന മത്സ്യമെന്ന രീതിയിലാണ് 2010 സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ മത്സ്യമായി, തനത് മത്സ്യമായി
കരിമീനിനെ അംഗീകരിച്ചത്. സാർ, ഇപ്പോൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ മത്സ്യകൃഷി പദ്ധതികളിൽ കരിമീന് ധാരാളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കർഷകർ നേരിടുന്ന ഒരു പ്രധാന തടസ്സം എന്ന് പറയുന്നത് ആവശ്യത്തിന് കരിമീൻ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന സാറിൻ്റെ സഹപ്രവർത്തകരും കൂടി കരിമീൻ വിത്തുൽപാദനത്തിലൊരു നൂതന സാങ്കേതിക വിദ്യ കുമരകത്ത് എടുത്തിട്ടുള്ളതായിട്ടാണ്. സാർ, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. മത്സ്യകൃഷിയുടെ അടിസ്ഥാന നിവേശം എന്ന് പറയുന്നത് വിത്താണ്. നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കാർപ്പ് കൃഷിയെന്ന് തുല്യമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കാർപ്പ്, ഉത്തരേന്ത്യൻ നദികളിലെ കാർപ്പ് മത്സ്യങ്ങളുടെ വിത്ത് സുലഭമാണ്. ഒരു മത്സ്യത്തിൽ നിന്ന് 1 ലക്ഷം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാം. വലിയ ഉൽപ്പാദനക്ഷമതയുള്ള മത്സ്യമാണ്. ഇതിൻ്റെ സാങ്കേതികവിദ്യ നമുക്ക് ലഭ്യമാണ്. 1957 ഇത് കണ്ടുപിടിച്ചു ഡോക്ടർ അലിക്കുഞ്ഞിയും ഡോക്ടർ ചൗധരിയും ചേർന്നിട്ടുള്ള സംഘം. വിത്തുൽപാദനം ഉള്ളതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ കരിമീനിൻ്റെ കാര്യത്തിൽ ഈ വിത്തുൽപാദനത്തിന് നമുക്ക് ഒരുപാട് പരാധീനതകളുണ്ടായിരുന്നു, വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല. വളരെ സന്തോഷകരമെന്ന് പറയട്ടെ, ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ട് കരിമീനിൻ്റെ വിത്തുൽപാദനത്തിൻ്റെ ഒരു വഴി ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് യഥാർത്ഥത്തിൽ കരിമീനിൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച്, ജീവചരിത്രത്തെപ്പറ്റി, ജീവിത രീതിയെപ്പറ്റി ഒക്കെ നല്ല പോലെ പഠിച്ചിട്ട് അതിന് വിത്തുൽപാദനത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സംജാതമാക്കിക്കൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് വിത്തുൽപാദനത്തിൻ്റെ ഒരു പദ്ധതിയാണ് ചെയ്തത്. നമ്മൾ വിത്തുൽപാദനം എന്ന് പറയുമ്പോൾ ഹാർമോൺ കുത്തിവെച്ച് ആൺമത്സ്യങ്ങളെയും പെൺമത്സ്യങ്ങളെയും ഇണചേർക്കുന്ന ഒരു സംഭവമാണ് സാധാരണ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് അല്ലെങ്കിൽ പ്രേരിത പ്രജനനം എന്ന് പറയുന്നത്. അത് എല്ലാ മത്സ്യങ്ങൾക്കും ഒരേ രീതിയിൽ ആവണമെന്നില്ല, അല്ല എന്നുള്ളതാണ് വസ്തുത. പല വ്യത്യസ്ത സ്വഭാവ രീതികളുള്ള, അതിൻ്റെ മൂപ്പെത്തുന്ന രീതിയിലും അതിൻ്റെ അണ്ടാശയത്തിൻ്റെ വികാസത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. മാവിൻ്റെയും തെങ്ങിൻ്റെയും ചരിത്രം നമ്മൾ പറയും. മാവ് പോലെ അല്ലല്ലോ തെങ്ങ്. വർഷത്തിലൊരിക്കൽ പൂത്ത് ഉണ്ണിമാങ്ങ, കണ്ണിമാങ്ങ, പച്ചമാങ്ങ, പഴമാങ്ങ എന്ന് പറയുന്നത് പോലെ അല്ല തെങ്ങ്. എല്ലാ മാസവും പൂവിടുന്നു. വെള്ളയ്ക്ക, കരിക്ക്, വെടല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഇതേ ഒരവസ്ഥയാണ് കരിമീനിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിൻ്റെ അണ്ടാശയത്തിൽ വ്യത്യസ്ത രൂപത്തിലുള്ള, വ്യത്യസ്ത വളർച്ചയിലുള്ള അണ്ടങ്ങൾ ഒരേ സമയം വികസിച്ചു വരുന്നു. അതുകൊണ്ട് ഹാർമോണൽ ഇഞ്ചക്ഷൻ വഴിയുള്ള ഉൽപ്പാദനത്തിനേക്കാൾ അപ്പുറം അതിന് ബ്രീഡിങ്ങിന് വേണ്ടി പരിസ്ഥിതി ഘടകങ്ങളാണ് പ്രധാനം. അത് കൃത്രിമമായിട്ട് സംജാതമാക്കിക്കൊണ്ട് ഒരു ഉൽപ്പാദനത്തിൻ്റെ ഒരു വഴിയാണ് സൃഷ്ടിച്ചത്. വളരെ രസകരമായ ഒരു കുടുംബജീവിതമുള്ള മത്സ്യം കൂടിയാണ്. അത് മുഴുവൻ ആവിഷ്കരിക്കുക, അത് മുഴുവൻ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് ഇതിന് സ്വാഭാവികമായിട്ട് മുട്ടയിടാനുള്ള ഒരു സൃഷ്ടിച്ചിട്ടാണ് ഇതിൻ്റെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. സാർ, ഈ സവിശേഷത എന്താണെന്ന് സാറൊന്ന് പറയുമോ? ഈ കരിമീനിൻ്റെ കുടുംബജീവിതത്തിൽ എന്തോ സവിശേഷതകൾ ഉണ്ടതായിട്ട് സാർ പറഞ്ഞത്. അത് കരിമീൻ്റെ കുടുംബജീവിതം അനുകരണീയമായ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏകപത്നീവൃതമുള്ള മത്സ്യമാണ്. ഭർത്തൃവൃതം എന്ന് വേണമെങ്കിലും പറയാം. കാരണം ആയിരക്കണക്കിന് മത്സ്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളെ ആജീവനാന്തം ഇണയാക്കി സ്വീകരിക്കുന്ന ഒരു സ്വഭാവം. ഇണ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുമിച്ച് കൂടി കൂട് കൂട്ടുന്ന അവസ്ഥ. കൂട് കൂട്ടുന്നതിനും എല്ലാ പ്രവർത്തനങ്ങളിലും ഇണകൾ, പെൺമത്സ്യവും ആൺമത്സ്യവും ഒരുപോലെ ഭാഗഭാഗിത്വത്തിലുള്ള പങ്ക് ചേർന്ന് ജോലിയെടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനായിരിക്കണം, സന്താന പരിപാലനത്തിലാണേലും ഒക്കെ അത്തരത്തിലുള്ള പ്രത്യേകത. അതിന് അപ്പുറം അഭാവമല്ലാത്ത ഒരു സ്നേഹവും ആർജവും പരസ്പരം ബന്ധവുമുള്ള മത്സ്യം. കരിമീൻ എപ്പോഴും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഐസൈറ്റാണ്, വിഷനാണ് അതിനുള്ളത്. കരിമീൻ കണ്ണാളി എന്ന് പറയും. അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള, എപ്പോഴും അതിൻ്റെ ഇണയെ നോക്കിക്കൊണ്ട് നിൽക്കണം, കുട്ടികളെ നോക്കിക്കൊണ്ട് നിൽക്കണം, മുട്ടയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. നല്ല തെളിഞ്ഞ ഇടങ്ങളിൽ മാത്രമേ കരിമീൻ കാണുകയുള്ളൂ. ഇതൊക്കെ സവിശേഷതയാണ്. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഓരോ മുട്ടയും ഓരോ ബീജസങ്കലനം നടത്തുന്ന സ്വഭാവം. അതിനുവേണ്ടി പെൺമത്സ്യങ്ങൾ അതിനെ ശുശ്രൂഷിച്ച് പരിപാലിക്കുന്ന പരിപാലന സ്വഭാവം. അതിന് മുട്ട താഴെ തടാകത്തിൻ്റെ അല്ലെങ്കിൽ ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ ചെറിയ കുഴികളുണ്ടാക്കി ചൂള വെച്ച് സംരക്ഷിക്കുന്ന സ്വഭാവം. ഇതിലൊക്കെ ഭാഗഭാഗിത്വമാകുന്ന ആൺമത്സ്യം ഏതാണ്ട് ഒരു ചക്രവർത്തിയെപ്പോലെ ഒരു ടെറിട്ടറി നിർമ്മിച്ചുകൊണ്ട് അവിടെ ഒരു സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന മത്സ്യം, എപ്പോഴും ബദ്ധശ്രദ്ധരായിട്ടിരിക്കുന്ന മത്സ്യം, അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം സ്വന്തം ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന പെൺമത്സ്യം,
കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഏതാണ്ട് സ്വാഭാവികമായിട്ട് ആഹാരം സമ്പാദിക്കുന്നത് വരെ കൂടെ കൊണ്ട് നടക്കുന്ന സ്വഭാവം. അതിനപ്പുറം ആ സമയം അത്രയും മാതാപിതാക്കന്മാർ അതിൻ്റെ ഭക്ഷണം കഴിക്കാതെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന സ്വഭാവം. അക്ഷരാർത്ഥത്തിൽ നമുക്ക് അനുകരണീയമായ ഒരു കുടുംബജീവിതം കരിമീനിനുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. സാറേ, ഈ കരിമീനിൻ്റെ ഇത്രയും നമുക്ക് അനുകരിക്കാവുന്ന ഒരുപാട് സവിശേഷതകളുള്ള ഒരു മത്സ്യമാണ് കരിമീൻ എന്നാണ് സാർ ഇപ്പോൾ പറഞ്ഞു വന്നത്. കരിമീനിൻ്റെ ഈ കൂട്ടത്തിൽ തന്നെ ഉള്ളതല്ലേ തിലോപ്പിയ മത്സ്യം, ആ വർഗ്ഗത്തിൽ വരുന്നതാണല്ലോ. ഈ തിലോപ്പിയയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകട സൂചന വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ മുഴുവനും അതിൻ്റെ വായിലേക്ക് എടുത്ത് അതിനെ രക്ഷിക്കാൻ വേണ്ടത് ആ ഒരു സ്വഭാവം നമ്മൾ കരിമീനിലും കാണുന്നുണ്ടോ സാർ? അതെ, ഈ കരിമീനും തിലാപ്പിയും ഒരു ഫാമിലി, ഒരു കുടുംബത്തിൽപ്പെടുന്നതാണ്. 700ഓളം ഇനങ്ങളുണ്ട്, വംശജാതികളുണ്ട് തിലാപ്പിയയിൽ. പക്ഷേ ഈ മത്സ്യങ്ങൾ വായിൽ മുട്ട കൊണ്ട് സംരക്ഷിച്ച് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സ്വഭാവമാണ്. പക്ഷേ കരിമീനിൻ്റെ ഒരു ദൗർബല്യമാണെന്ന് പറയാം, അതിനെ തറയിൽ വെച്ച് പരിചരിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശത്രുക്കളുടെ ഉപദ്രവം വളരെ കൂടുതലാണ് കരിമീനിന്. കരിമീൻ വർഗ്ഗത്തിൽപ്പെട്ട പള്ളത്തി തന്നെയാണ് പള്ളത്തിനാണ് ഏറ്റവും വലിയ ശത്രു. സ്വന്തം കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള പള്ളത്തി തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കളെന്നാണ്. കാരണം അത് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ആൺമത്സ്യം ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഡിഫൻസ് മെക്കാനിസത്തോടു കൂടി ആ സാമ്രാജ്യത്തിൽ പരിരക്ഷിക്കുന്നുണ്ടെങ്കിലും മാരീചന്മാരിനെ പിന്നാലെ ശ്രീരാമൻ അന്വേഷിച്ച് പോകുന്നത് പോലെ ഇതിനെ ഒരു കരിമീൻ വന്ന് ഒരു പള്ളത്തി വന്ന് ഇതിനെ ഇങ്ങനെ ആകർഷിച്ചു പോകുമ്പോൾ മറ്റ് പള്ളത്തി കൂട്ടമായിട്ട് വന്ന് അതിൻ്റെ കൂട് മുട്ടയും പൂർണ്ണമായിട്ട് റെയ്ഡ് ചെയ്തുകൊണ്ട് പോകുന്നത് തന്നെ സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അത് ഈ തിലാപ്പിയയ്ക്ക് ഒരു ഗുണമുണ്ട്. കാരണം അതിനെ സംരക്ഷിക്കാൻ വായിൽ വെച്ച് സംരക്ഷിക്കുന്നു, ഇത് തറയിൽ വെച്ച് സംരക്ഷിക്കുന്നു എന്നതിൻ്റെ പ്രത്യേകം, അതാണ് അതിൻ്റെ വ്യത്യാസം. സാറേ, നമുക്ക് ഒരു കോളുണ്ട്, ശ്രദ്ധിക്കാം. ഹലോ 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 ആ ആരാണ്? എന്റെ പേര് ശശികുമാർ. ശശികുമാർ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാന് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സുനാമി ഭാഗത്തെ മേഖലയിൽ 140 ആളുകൾ മരിച്ച ആലപ്പാട് പഞ്ചായത്ത് നിന്ന് വിളിക്കുന്നു. കരിമീൻ കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കർഷകനാണോ? അതെ, ഞാൻ അതിന്റെ ആലപ്പാട് പഞ്ചായത്തിന്റെ FFDയുടെ കോർഡിനേറ്ററാണ്. ഓ, അത് ശരി. എന്താണ് പത്മകുമാർ സാറ് നമുക്ക് ഇന്ന് ഏത് സംശയത്തിനും മറുപടി പറയാനായിട്ട് എത്തിയിട്ടുണ്ട്. സാറിനോട് നമുക്ക് നമ്മുടെ സംശയം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ. ഹലോ ശശികുമാർ. ഹലോ, ചോദിച്ചോളൂ, എന്താണ് സാറേ? ഞാന് കേരളത്തിന്റെ ഒരു FACC എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഫിഷറീസിന്റെ പ്രസിഡന്റും കൂടാണ് ഞാൻ. പറയൂ. അപ്പൊ എനിക്ക് ഇവിടെ ഈ കോർഡിനേറ്റർ എന്ന നിലയിൽ നമ്മൾ പഞ്ചായത്തിലെ ഒരു ഭാഗത്ത് 40 കൂട് കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുകളിൽ കരിമീൻ കുഞ്ഞുങ്ങൾ. അപ്പൊ അത് മലപ്പുറം ഭാഗത്തുനിന്ന് ഗവൺമെന്റ് ആണ് തന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളെ. ശരി. 200 കുഞ്ഞുങ്ങളെ വെച്ചിടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3 മാസമായി സാറേ കുഞ്ഞുങ്ങളെ തന്നിട്ട്. പക്ഷെ നമുക്ക് ഈ വലയിലേക്ക് മാറ്റിയാൽ കുഞ്ഞുങ്ങൾ പോകുന്നുള്ളത് കൊണ്ട് നമ്മള് നഴ്സറിയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ സാർ വളർച്ച കുറവാണ് സാറ്. നാച്ചുറലായിട്ട് ഈ നമ്മള് ഈ ആർട്ടിഫിഷ്യലായിട്ട് വളർത്തുന്നതുകൊണ്ട് വളർച്ച കുറയുന്നു സാർ. അപ്പൊ ഇതിനൊന്ന് വളരാൻ ഉള്ള ഒരു സംവിധാനം നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ പറ്റും സാർ? കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമായിട്ടാണ് ഇതിനകത്ത് കൂടിനകത്ത് നഴ്സറിയിൽ നമ്മൾ കിടക്കുന്നത്. 3 വലിയ കൂടുതലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ശരി ശശി, 3 മാസം കൊണ്ട് അത്ര വലിയ വളർച്ച വന്നിട്ടില്ല സാർ. ശരി. അപ്പം അത് നല്ല തീറ്റ നൽകണം എന്നുള്ളതാണ് ഏറ്റവും സമീകൃതമായ തീറ്റ. കാരണം വലിയ തീവ്രതയോടുകൂടി വളർത്തുന്നതാണ്, ഹൈ ഡെൻസിറ്റിയിൽ. കാരണം സാന്ദ്രതയോടുകൂടി സാധാരണ 1 സ്ക്വയർ മീറ്ററിൽ 1 ഇടുന്നത്. ഇപ്പം നമ്മുടെ കേജിലിട്ടിരിക്കുന്നത് 1 സ്ക്വയർ മീറ്ററിൽ 200 എണ്ണമാണ്. അത്രയും മത്സ്യം വളരണമെങ്കിൽ സ്വാഭാവികമായ ആഹാരം ഇല്ലല്ലോ. അതുകൊണ്ട് കൃത്രിമ ആഹാരം നന്നായിട്ട് കൊടുക്കണം. അത് സാധാരണ തിന്നുന്നിടത്തോളം ഒരു ബ്രോയിലർ കോഴിയെ എങ്ങനെയാണ് വളർത്തുന്നത് അതുപോലെ തന്നെ ഏറ്റവും സമീകൃതമായ തീറ്റ നമുക്ക് കൊടുത്തെങ്കിലേ ഇത് വളരുള്ളൂ. അതുകൊണ്ട് ഇതിന് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ മത്സ്യത്തീറ്റ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇപ്പം കുമരകത്ത് അത് ഉൽപ്പാദിപ്പിച്ച് മീനൂട്ട് എന്ന പേരിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട്. അത് വാങ്ങിക്കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പം സുലഭമായിട്ട് ലഭ്യമാകുന്ന മത്സ്യത്തിൻ്റെ സ്വാഭാവികമായ ചില തീറ്റകളുണ്ട്, റെഡിമെയ്ഡ് വരുന്ന തീറ്റ. അത് എക്സ്ട്രൂഡഡ് ആയിട്ടുള്ള തീറ്റയുണ്ട്, വെർമിസിലി പോലെ ഇരിക്കുന്ന തീറ്റയുണ്ട്. ആ തീറ്റ വാങ്ങി കൊടുക്കണം. തീറ്റ ആവശ്യത്തിന് കൊടുക്കണം, പരമാവധി കൊടുക്കണം. നമ്മുടെ ഒരു സാധാരണ തീറ്റയുടെ കുറവ് കൊണ്ടാണ് ഈ വളർച്ച ഉണ്ടാവാത്തത്. ഞങ്ങൾ കൊടുക്കുന്നത് സാർ. അതെ, പറയൂ. അല്ല, ഞങ്ങൾ കൊടുക്കുന്നത് സാർ ഈ ഗോതമ്പ് പൊടി, പിന്നെ ചോറ്, അതുപോലെ കപ്പ, അതുപോലെ ചെമ്മീൻ പൊടിച്ചത്,
ശരി. ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ച് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഞങ്ങൾ ഒരു പാത്രത്തിൽ വെച്ച് താഴോട്ട് വിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് കയറുന്നവൻ കുത്തി പക്ഷെ അതിനകത്തൊരു കുഴപ്പം എന്താണെന്നറിയോ, നമ്മൾ ഇത് വെറ്റായിട്ടുള്ള നനഞ്ഞ ഫീഡാ കൊടുക്കുന്ന തീറ്റ. അത് വെള്ളത്തിൽ വെക്കുമ്പോഴത്തേക്ക് ഇത് അലിഞ്ഞു പോകും. അത് ചെറിയ ഒഴുക്കൂടുള്ളത് കൊണ്ട്, കേജ് കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഒഴുക്കൂടുള്ളത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ മതി. പക്ഷേ ആ മത്സ്യം, ഈ മത്സ്യത്തിനുള്ള തീറ്റ നന്നായിട്ടൊരു സേവനാഴിയിൽ പിഴിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി മുറുക്ക് പോലെ ആക്കിയിട്ട് കരരൂപത്തിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അലിഞ്ഞു പോകാതെ കൊടുക്കാൻ കഴിയും. കൊത്തി കൊത്തി തിന്നും. കാരണം ഒരു 10-15 മിനിറ്റ് എങ്കിലും ഇത് അലിഞ്ഞു പോകാതെ ഇരിക്കുകയാണെങ്കിൽ നല്ല വളർച്ച കിട്ടും. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അല്ലെങ്കിൽ തീറ്റ കിട്ടുന്നിടത്തുനിന്ന് വാങ്ങി കൊടുക്കണം കേട്ടോ. ശശികുമാർ സാറ് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. നമുക്ക് ഒരു കാളും കൂടി ഉണ്ട് സാർ, നമുക്ക് നോക്കാം. ഹലോ. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഇത് ലില്ലിയാണ്. ലില്ലി, കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. കരിമീൻ കൃഷിയൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല, കൃഷി ഇല്ല. അടുക്കള കുളവും ഇല്ല? കുളമുണ്ട്. ഒരു സിൽപോളിന്റെ ടാങ്ക് ആണുള്ളത്. നമുക്ക് സംശയം എന്താണെന്ന് നമുക്ക് സാറിനോട് ചോദിക്കാം. സാറ് വിദഗ്ധമായ ഈ കരിമീൻ കൃഷിയിൽ വിദഗ്ധനായിട്ടുള്ള നമ്മുടെ സാറിനോട് നമുക്ക് ചോദിക്കാം. ചോദിച്ചോളൂ, എന്താ ഈ കരിമീൻ കുഞ്ഞുങ്ങളെ എവിടെ കിട്ടും? കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ കരിമീനിന്റെ തീറ്റ എന്താണ് കൊടുക്കുന്നത്? അതിന് സിൽപോണിന്റെ ടാങ്കിൽ വളർത്താൻ സാധിക്കുമോ? ശരി. ഈ കരിമീൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ഹാച്ചറികളില്ല. വലിയ ഹാച്ചറികളിലല്ല ഇത് ഉൽപ്പാദിപ്പിക്കുക. കാരണം ഒരു മത്സ്യത്തിൽ നിന്ന് 1000-800 കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇത് ഉൽപ്പാദിപ്പിച്ച് കുമരകത്തെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ കൃഷിക്കാരെ തിരഞ്ഞെടുത്തിട്ട് ഈ ബ്രീഡിങ്ങിന്റെ ടെക്നിക്ക് പഠിപ്പിച്ച് അവരവരുടെ ചെറിയ ടാങ്കുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല കാസർഗോഡ് ജില്ലയിൽ എത്രമാത്രം ആയിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും കുമരകത്ത് വന്നാൽ ഇതിന്റെ കുഞ്ഞുങ്ങളെ കിട്ടും. കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ പല കൃഷിക്കാരും ഇത് ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്നുണ്ട്. എന്തായാലും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടൂ. കാരണം അത് കളക്ട് ചെയ്ത് തരും. തീറ്റയുടെ കാര്യം ചോദിച്ചു. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. കരിമീന് നമുക്ക് കരരൂപത്തിലുള്ള കൃത്രിമമായിട്ടുള്ള തീറ്റ വേണം, സമീകൃതമായ തീറ്റ വേണം. അത് അന്നജപ്രധാനമായ തീറ്റ അല്ല. അപ്പം പിണ്ണാക്കും തവിടും ഒക്കെ ആകാം. പിണ്ണാക്കും തവിടും അതുപോലെ കപ്പയും അല്ല മരച്ചീനിയും ഒക്കെ ആകാം. ഒപ്പം ഒരു 30% മത്സ്യവും ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കരരൂപത്തിലുള്ള തീറ്റ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമ്മൾ മുറുക്ക് ഉണ്ടാക്കുന്നത് പോലെ സേവനാഴി പിഴിഞ്ഞ് ഉണങ്ങിയെടുക്കാം. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, അങ്ങനെ തീറ്റ കൊടുക്കണം. സിൽപ്പാളിൻ കുളങ്ങളിൽ വളർത്താം കേട്ടോ. ഒരു കാര്യമേ ഉള്ളൂ, കരിമീൻ വളർത്തുമ്പോൾ വെള്ളത്തിന് നല്ല സുതാര്യത ഉണ്ടാവണം. വെള്ളം മലിനമാകരുത്. സൂര്യപ്രകാശം അടിച്ച് ധാരാളം പച്ചപ്പുണ്ടായാൽ മത്സ്യത്തിന് പ്രാണവായു കുറഞ്ഞ് ചത്തുപോകും. അതുകൊണ്ട് ഈ കുളത്തിൽ അസോള ഇട്ടാൽ മതിയായിരിക്കും. അസോള ഇടാം, അസോള കുറച്ചിടാം. കാരണം അതിന്റെ ചുവട്ടിലൊക്കെ പറ്റിപ്പിടിച്ച് ഇത് സംരക്ഷണം കിട്ടും. പക്ഷെ മേലിലൊരു മേക്കട്ടി ഉണ്ടാവണം. ഈ കുളത്തിന്റെ മേളിൽ സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ പച്ച നിറത്തിലുള്ള വിരി കിട്ടും. ഗ്രീൻ നെറ്റ് കിട്ടും. ഷെയ്ഡ് നെറ്റിംഗ് എന്നാ പറയുന്നത്. 75% ഷെയ്ഡ് കിട്ടുന്ന ഷെയ്ഡ് നെറ്റിംഗ് മേടിച്ച് മേളിലൊരു മേക്കട്ടി ഉണ്ടെങ്കിൽ സൂര്യപ്രകാശം അടിക്കാതിരിക്കും. സൂര്യപ്രകാശം അടിക്കാതിരിക്കുമ്പോൾ വെള്ളത്തിൽ ധാരാളം ഈ പച്ചപ്പുണ്ടാകുന്നതിന് നമുക്ക് പ്രതിരോധിക്കാം. തീറ്റയുടെ അംശം അതിനകത്ത് അലിഞ്ഞു ചേരാതിരിക്കാൻ നമുക്ക് കരരൂപത്തിലുള്ള തീറ്റയും കൊടുക്കും. ഈ 2 വഴിയിലൂടെ നമുക്ക് വെള്ളത്തിന്റെ നല്ല ക്വാളിറ്റി നിലനിർത്തി കരിമീനിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. കാർഷിക യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ കേന്ദ്രമുണ്ട്. അവിടെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടും ചെല്ലണം. ഏതായാലും നമ്മുടെ കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുമായിട്ട് ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷം കുഞ്ഞുങ്ങളെ എവിടെ കിട്ടും, എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം. വിളിച്ചതിന് നന്ദി. നമുക്ക് ഒരു കോളും കൂടിയുണ്ട്. ഹലോ. ഹലോ, പറഞ്ഞാട്ടെ സാറേ. ആരാണ് വിളിക്കുന്നത്? ഇത് മാവേലിക്കര സുദർശനകുമാർ. സുദർശനകുമാർ, മാവേലിക്കര. വലിയ മത്സ്യകൃഷി നടത്തുന്ന കർഷകനാണോ? അല്ല, എനിക്ക് നല്ലൊരു അടുക്കളക്കുളം ഉണ്ട്, ഒരു 2 സെന്റോളം ഉണ്ടേ. നമുക്ക് സംശയം നമ്മുടെ പത്മകുമാർ സാറിനോട് ചോദിക്കാം. ചോദിച്ചോളൂ. സുദർശൻ പറയൂ, എന്താണ് സംശയം? 2 സെന്റ് വളർത്തുന്ന മാവേലിക്കര താലൂക്കിലാണ് ഞാൻ താമസിക്കുന്നത്. നമുക്ക് ഈ ലൊക്കാലിറ്റിയിൽ അടുത്ത് എവിടെ കരിമീൻ കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് അറിഞ്ഞാൽ മതി. ഈ കരിമീൻ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വല്ലാത്ത ഡിമാൻഡാണ്. എനിക്ക് തോന്നുന്നു അങ്ങും ഇങ്ങനെ കരിമീൻ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി ഒന്ന് ശ്രമിക്കണം കേട്ടോ. പക്ഷേ കാരണം കരിമീൻ കുഞ്ഞുങ്ങളെ നമുക്ക് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം. ഒരു 50 മത്സ്യത്തെ വാങ്ങി ജീവനോടെ ഈ
അടുക്കളക്കുളമില്ലേ, അതെ. മറ്റു മത്സ്യങ്ങളില്ലാതെ അതിനെ സംരക്ഷിച്ചിട്ട് അതിനകത്ത് മുട്ടയിടാനുള്ള പ്രതലങ്ങൾ, കൃത്രിമ പ്രതലങ്ങൾ, അത് മൺചട്ടി വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്തു കൊടുത്താൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ശതമാനം മുട്ട വെക്കും. മുട്ട വെച്ച് സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളെ വിരിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുഞ്ഞു കിട്ടും, കുറച്ച് വിൽക്കാനും കഴിയും. ഇടയ്ക്കിടയ്ക്ക് ഈ പൊരുന്നു മത്സ്യങ്ങളെ ഒന്ന് മാറി കൊടുക്കണം. ഈ 50 എണ്ണം വിട്ടാൽ എല്ലാ 50 ജോഡി തിരിയത്തില്ലല്ലോ. അത് ജീവനോടെ നമുക്ക് കുട്ടനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിൽ നിന്ന് കുറേശ്ശെയായിട്ട് സംഘടിപ്പിക്കാം. പിന്നെ അതിൻ്റെ സീഡ് വിൽക്കുന്ന കുറേ കൃഷിക്കാർ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഡോർ ഹാച്ചറിയിൽ അടുക്കളയുടെ പിന്നാമ്പുറത്ത് ചെറിയ ടാങ്കുകൾ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവിടെ സമീപിക്കുക. കുമരൻ ഗവേഷണ കേന്ദ്രത്തിലുണ്ട്. ഫിഷറീസ് വകുപ്പിനെ കോൺടാക്ട് ചെയ്യും. ഫിഷറീസ് വകുപ്പിന് അതിനുവേണ്ടി ഒരു ശൃംഖല തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ വിത്തുൽപാദനത്തിന് വേണ്ടിയിട്ട് കരിമീൻ വർഷത്തിൻ്റെ പദ്ധതിയായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കുറേ ഉൽപ്പാദനമുണ്ട്. ശരി, വിളിച്ചതിന് നന്ദി. സാറ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കരിമീൻ വിത്തുൽപാദനവുമായി ബന്ധപ്പെട്ട് സാറ് കുമരകത്ത് നടത്തിയിരിക്കുന്ന ആ ഒരു റിസർച്ചിനെ കുറിച്ചാണ്. സാർ, അതുപോലെ തന്നെ നമ്മുടെ കൃഷി മേഖലയിലേക്ക്, കരിമീൻ കൃഷി മേഖലയിലേക്ക് ധാരാളം സുഹൃത്തുക്കളും കർഷകരും വന്നു കയറുന്നുണ്ട്, പ്രത്യേകിച്ചും യുവ കർഷകർ. അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പല ക്ലാസ്സുകളിലും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കാർപ്പ് മത്സ്യങ്ങളോടൊപ്പം ഇതിനെ വളർത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഏക്കറിന് എന്ത് കരിമീൻ കുഞ്ഞുങ്ങളെ വീതം ഇടാം? അതല്ല ഏകവർഗ കൃഷിയായിട്ടാണോ കരിമീൻ നടത്തുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ അവർക്കുണ്ട്. അവർക്ക് എന്ത് നിർദ്ദേശങ്ങളാണ് സാറിന് നൽകാനുള്ളത്? നമുക്ക് കരിമീൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ബഹുവിള കൃഷിയായിട്ടും, അതായത് മറ്റു കൃഷികളോട് മറ്റ് മത്സ്യങ്ങളോട് ചേർത്ത് കൃഷി ചെയ്യാം, പോളികൾച്ചർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏകവർഗ കൃഷിയും ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലും സാധ്യമാണ്. കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കരിമീൻ കൃഷി, ഏകവർഗ കൃഷിയാണ് നല്ലത്. പക്ഷേ കരിമീൻ്റെ കാർപ്പ് മത്സ്യങ്ങളൊക്കെ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 1 കിലോഗ്രാം വലിപ്പമാകും. കരിമീനിൻ്റെ ഒരു കാര്യം, ഒരു ദീർഘസ്ഥായി ആയിട്ടൊരു വിളയാണ്. ഒരു 2-3 വർഷം കണക്കാക്കി കൃഷി ചെയ്യണം. എന്നാലേ ഒരു വർഷം കഴിയുമ്പോൾ കുറച്ച് മത്സ്യങ്ങളെ പിടിച്ചെടുക്കാം. അതേസമയം തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മറ്റു മത്സ്യങ്ങളോട് ചേർത്ത് കൃഷി ചെയ്യുമ്പോൾ ഈ മറ്റു മത്സ്യങ്ങളെ പിടിക്കുന്ന ആ പ്രോസസ്സിൽ ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കരിമീൻ കൃഷിക്ക് വരുന്നവരോട് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഇതൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് 6 മാസം കൊണ്ട് കൃഷി ചെയ്ത് വിളവെടുത്ത് കാശ് വാങ്ങുന്ന ഒരു കൃഷിയല്ല, മറിച്ചൊരു ദീർഘവീക്ഷണത്തോടുകൂടി ദീർഘസ്ഥായിയായ ഒരു കൃഷിയാണ്. ഒരു 2 വർഷം പിടിച്ചു നിന്നാൽ സ്ഥിരമായി നമുക്ക് 2 മാസം കൂടുമ്പോൾ മത്സ്യം പിടിക്കാൻ കഴിയുന്ന രീതിയിൽ വലിയ മത്സ്യത്തെ ഉൽപ്പാദിപ്പിക്കാം. ഒപ്പം തന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും കരിമീൻ കൃഷിക്ക് നല്ലത്. നല്ല തീറ്റ കൊടുത്ത് സമൃദ്ധമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് കരിമീനിന് തിന്നുന്ന ആഹാരം എന്ന് പറയുന്നത് മറ്റ് കാർപ്പ് മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യാസമാണ്. കാർപ്പ് മത്സ്യങ്ങൾ വെള്ളത്തിലുണ്ടാകുന്ന സൂക്ഷ്മ പ്ലവകങ്ങളെ അരിച്ച് കഴിക്കുന്നതാണ്. പക്ഷേ ഇത് അത്തരത്തിലല്ല, കൊത്തി തിന്നുന്ന മത്സ്യമാണ്. സാറേ, നമുക്ക് ഒരു കോളുണ്ട്, അതൊന്ന് കഴിഞ്ഞിട്ട്. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? സാറേ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജോസഫാണ് വിളിക്കുന്നത്. ജോസഫ്, എന്താണ് സാറിനോട് ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് പ്രത്യേകിച്ച് അടുക്കളക്കുളമോ മറ്റ് കുളങ്ങളോ ആറോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഈ പരിമിതമായ സ്ഥലത്ത് എങ്ങനെ കരിമീനെ വളർത്താൻ പറ്റുമെന്ന് ഒന്ന് ചോദിച്ചു. ഓക്കെ, സ്വന്തമായിട്ട് കുളം ഇല്ല? ഒന്നുമില്ല. കുളം നിർമ്മിച്ച് കൃഷി ചെയ്യാനാണ് അല്ലേ? കുളം നിർമ്മിച്ച ടാങ്കിൽ എന്നുള്ള അറിയണം. അതെ, വീടിനോട് ചേർന്ന് നമുക്കൊരു ചെറിയ ഫിഷ് ടാങ്ക് നിർമ്മിക്കാം. ഒരു 20 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ, അത് 1/2 സെന്റ് ഉള്ളൊരു ടാങ്ക് ഉണ്ടെങ്കിൽ കരിമീൻ കൃഷി ചെയ്യാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഈ കരിമീൻ കൃഷി ചെയ്യുന്ന ടാങ്ക് ഒരു 80-90 സെന്റിമീറ്റർ ആഴം മതി. അതിന്റെ അടിത്തട്ട് ഒരു ചോർപ്പ് പോലെ, കാരണം അതിന്റെ മധ്യഭാഗത്തോട്ട് പുറത്തോട്ട് വെള്ളം കളയുന്നതിനുള്ള ഒരു ഔട്ട്ലെറ്റ് വെക്കുന്ന രീതിയിൽ ക്രമീകരിക്കണം. അപ്പോൾ ഒരു 60-70 സെന്റിമീറ്റർ എങ്കിലും വെള്ളം സമൃദ്ധമായിട്ട് നിർത്താൻ കഴിയണം. ഈ ടാങ്കിൽ പ്രതലങ്ങൾ ധാരാളം വെച്ചു കൊടുക്കണം. കാരണം നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചു, കരിമീൻ ആഹരിക്കുന്നത് വെള്ളത്തിൽ നൂൽപ്പായിലാണ്. ഈ നൂൽപ്പായിൽ ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും പ്രതലം വേണം. ആ പ്രതലങ്ങൾ ധാരാളം സൃഷ്ടിച്ചു കൊടുക്കണം ടാങ്കിൽ. സിമെന്റ് ടാങ്കിന്റെ സൈഡിൽ ഈ ഫെറോ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കാൻ ലാഭമാണ്. ഈ ടാങ്കിന്റെ സൈഡിൽ തന്നെ ഈ നൂൽപ്പായിലുണ്ടാകും. അതിനകത്ത് പാറ അല്ലെങ്കിൽ ഇഷ്ടിക, അതുപോലെ തന്നെ ബ്ലോക്കുകൾ, ഇതൊക്കെ നിർമ്മിച്ചു കൊടുത്താൽ, ഇതൊക്കെ വെച്ചു കൊടുത്താൽ ഇതിന് ആഹാരം ധാരാളം കിട്ടും. പിന്നെ സൂര്യപ്രകാശം അധികം ഉണ്ടാവരുത്, കാരണം വെള്ളം കേടാകരുത്. കരിമീൻ്റെ ഒരു പ്രത്യേകത, അത് ആഹാരം കഴിക്കണമെങ്കിൽ നല്ല സുതാര്യത വേണം വെള്ളത്തിന്, ട്രാൻസ്പെറൻസി, കലങ്ങാൻ പാടില്ല. അത് വിഷ്വൽ ഫീഡറാണ്, ആഹാരം കണ്ടു കഴിക്കുന്ന മത്സ്യമാണ്.
ഒരിക്കലും കലക്കലുണ്ടാവരുത്. അതുകൊണ്ട് അത് ഈ വെള്ളം കലങ്ങിപ്പോകുന്നത് തീറ്റയുടെ അവക്ഷിപ്തം കിടന്നിട്ട് അത് സൂര്യപ്രകാശം ഉപയോഗിച്ച് സൂക്ഷ്മ സസ്യങ്ങളായി പെരുകുമ്പോൾ പച്ച നിറമാകുന്നതാണ്. അതിനെ പ്രതിരോധിക്കാൻ മേളിലൊരു മേക്കട്ടി കൂടി ഉണ്ടാക്കൂ, സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ. പിന്നെ കൊടുക്കുന്ന തീറ്റ കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള സാധാരണ വെറും പൊടിത്തീറ്റ കൊടുക്കരുത്, തരിത്തീറ്റ കൊടുക്കരുത്, നമുക്ക് തിരുത്തീറ്റയെ കൊടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സ്യത്തെ വളർത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രമാത്രം മത്സ്യത്തെ വളർത്താൻ പറ്റും? സാധാരണഗതിയിൽ 20 സ്ക്വയർ ഫീറ്റ് ഉള്ളതിനകത്തോട്ട് ഒരു 200 മത്സ്യം വരെ വളർത്താം. അത് ശരി. ജോസഫ് സാർ പറഞ്ഞ പിന്നെ മറുപടി കേട്ടല്ലോ. നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു കരിമീൻ കർഷകനായി കൃഷി കൊണ്ടുപോകണം. നമ്മുടെ കൃഷി ദർശനിൽ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്ന ഇന്നത്തെ അതിഥി ഡോക്ടർ കെ ജി പത്മകുമാർ സാറിൻ്റെ അഡ്രസ്സ് താഴെ പറയുന്നതാണ്. ഡോക്ടർ കെ ജി പത്മകുമാർ, ഗംഗോത്രി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് PO, പിൻ 688005. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9387882179. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9387882179. ഏതായാലും സർക്കാർ നമുക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കരിമീൻ വർഷം, മത്സ്യസമൃദ്ധി, അതുപോലെ കുട്ടനാട് പാക്കേജ്, ഇത്തരത്തിലുള്ള ബഹുവിധ മത്സ്യകൃഷി പദ്ധതികളിലൂടെ നമ്മുടെ ജലസ്രോതസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും അതിലൂടെ വരും വർഷങ്ങളിൽ കരിമീൻ കൃഷി വളരെ വ്യാപകപ്പെടുത്താനും അതുപോലെ കരിമീൻ ഉൽപ്പാദനം, നമ്മുടെ ജലസ്രോതസ്സുകൾ കരിമീനിനാൽ സമർത്ഥമാകാനും ഇടയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൃഷി ദർശനിൽ പങ്കെടുത്ത പത്മകുമാർ സാറിന് നന്ദി രേഖപ്പെടുത്തും. നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷികോൽപ്പന്ന വില നിർണ്ണയം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കാർഷിക യന്ത്രങ്ങൾക്കും മഴക്കാല പരിചരണം. പോളിഹൌസ് കൃഷിയിൽ പരിശീലനം. കാർഷിക വാർത്തകൾ വിശദമായി. ലോക്സഭാ സെക്രട്ടേറിയറ്റ് കാർഷികോൽപ്പന്ന വില നിർണ്ണയം സംബന്ധിച്ച് വസുദേവ് ആചാര്യ MP-യുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി കാർഷികോൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നതിന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. മെമ്മോറാണ്ടം നൽകുന്നതിന് പുറമെ നേരിട്ട് കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാകാൻ താൽപ്പര്യമുള്ളവർ ആ വിവരം അപേക്ഷയിൽ സൂചിപ്പിച്ചിരിക്കണം. നേരിട്ട് ബന്ധമുള്ളവർക്ക് പുറമെ വിദഗ്ധർക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസൃതമായി കാർഷികോൽപ്പന്നങ്ങളുടെ ഉപഭോക്താവിനും ഉൽപാദകനും ന്യായവില, താങ്ങുവില എന്നിവ നിശ്ചയിക്കുന്നതിനുള്ള മാർഗരേഖകളാണ് കമ്മിറ്റി ആരായുന്നത്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തയ്യാറാക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 2 കോപ്പി സഹിതം ഇനി പറയുന്ന വിലാസത്തിൽ ഉടനെ അയക്കേണ്ടതാണ്. ദ ഡെപ്യൂട്ടി സെക്രട്ടറി, അഗ്രികൾച്ചർ, ലോക്സഭാ സെക്രട്ടേറിയറ്റ്, റൂം നമ്പർ 616, പാർലമെന്റ് ഹൌസ്, അനക്സ്, ന്യൂഡൽഹി 110001. ഇമെയിൽ agricom@sansad.nic.in. ഫാക്സ് നമ്പർ 0112301885. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0112303402. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച്
കിഴങ്ങു വർഗ്ഗങ്ങളുടെ ഉൽപാദന തലത്തിലെ സുസ്ഥിരത എങ്ങനെ നിലനിർത്തണമെന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് സമാപിച്ചു. 40ഓളം രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 250-ലേറെ കാർഷിക ശാസ്ത്രജ്ഞർ സമ്മേളനത്തിൽ പങ്കെടുത്ത് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചു. കിഴങ്ങുവർഗ ഗവേഷണ മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള ജൈവ വൈവിധ്യങ്ങളെ കണ്ടെത്തുക, വളവും വെള്ളവും പരിമിതമായി ക്രമീകരിച്ചു നൽകി ഉൽപാദനശേഷി കൂട്ടാവുന്ന നടീൽ വസ്തുക്കളെ കർഷകരിലെത്തിക്കുക, മരിച്ചീനി ഇലയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന ജൈവ കീടനാശിനിയെ പറ്റിയുള്ള പ്രചാരണം കർഷകരിലെത്തിക്കുക, കീടരോഗ വിമുക്തമായ വിത്തുകളെ പറ്റിയുള്ള അവബോധം കർഷകരിലെത്തിക്കുക തുടങ്ങി ബയോടെക്നോളജി രംഗത്തെ പുത്തൻ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പ്രധാനമായും ഉരുത്തിരിഞ്ഞതെന്ന് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ശ്രീ ജയപ്രകാശ് പറഞ്ഞു. കിഴങ്ങ് വർഗ്ഗങ്ങളിലെ വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യത്തെക്കുറിച്ചാണ് ആദ്യം ചർച്ച നടന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കിഴങ്ങ് വർഗ്ഗങ്ങൾ തന്നെ പല വെറൈറ്റികളും പല ഐറ്റങ്ങളും കാടുകളും മറ്റും കാണുന്നവയെ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിനെ ഇനി എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, അതിനുള്ള എന്തെല്ലാം ഇത് നടത്താം, ഇതിനെക്കുറിച്ച് കാര്യമായ ചർച്ച നടന്നു. അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ ചർച്ചയിൽ പങ്കുകൊണ്ടു. പിന്നെ നടന്ന ചർച്ച എന്തെന്ന് വെച്ചാൽ വിളയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം, അതുപോലെ തന്നെ വളങ്ങൾ ഏതെല്ലാം രീതിയിൽ കൊടുക്കണം, ഓരോരോ വിളയിലും വരുന്ന പുതിയ പുതിയ ഇനങ്ങൾ വരുമ്പോൾ അവയ്ക്ക് എത്രമാത്രം വളം വേണം, എത്രമാത്രം വെള്ളം വേണം, ഇതിനെല്ലാം എങ്ങനെ നമ്മൾക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാം, വളരെ പരിമിതമായിട്ടുള്ള വളവും വെള്ളം നൽകിക്കൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളെ എങ്ങനെ നമുക്ക് നടാം എന്നതിനെ കുറിച്ചിട്ടും ചർച്ച നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബയോടെക്നോളജി എന്ന വിഭാഗത്തിൻ്റെ ആ അനന്ത സാധ്യതകളെ കുറിച്ചുള്ള നിരവധി പേപ്പറുകൾ ഇവിടെ പ്രസന്റ് ചെയ്യുണ്ടായി. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ ജീനിനെ നമ്മൾ മാറ്റിമറിച്ചുകൊണ്ട് ഉൽപാദനം കൂട്ടാൻ വേണ്ടി, അതേ സമയത്ത് അങ്ങനെ ചെയ്യുന്ന നേരത്ത് വളങ്ങൾക്കും വെള്ളങ്ങളെല്ലാം അതിൻ്റെയൊക്കെ ആവശ്യകതയെ ലഘൂകരിച്ചുകൊണ്ട് കൂടുതൽ എങ്ങനെ വിള ഉൽപ്പാദിപ്പിക്കാം, അതിന് ഈ ബയോടെക്നോളജി എന്ന വിഭാഗം അതിന് എന്തുമാത്രം സംഭാവന നൽകാൻ കൊടുക്കാം എന്നതിനെക്കുറിച്ചും വിശദമായ ചർച്ചയുണ്ടായി. ദീർഘകാല പ്രവർത്തനത്തിന് കാർഷിക യന്ത്രങ്ങൾക്ക് മഴക്കാല പരിചരണം അത്യാവശ്യമാണ്. പാടങ്ങളിലും കരഭൂമിയിലും ഉപയോഗിക്കാവുന്ന കൾട്ടിവേറ്റർ, റോട്ടവേറ്റർ, നടീൽ യന്ത്രം, കളപറിക്കൽ യന്ത്രം എന്നിവ ഉപയോഗശേഷം കഴുകി വൃത്തിയാക്കി മഴ നനയാതെ സംരക്ഷിക്കേണ്ടതാണ്. കൂടുതൽ ദിവസം യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാതെ നിലനിർത്തേണ്ടി വരുമ്പോൾ ബെയറിങ്ങുകളിൽ ഗ്രീസിംഗ് നടത്തി തുരുമ്പെടുക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ കരി ഓയിൽ പുരട്ടി നിലനിർത്തണം. കൊയ്ത്ത് യന്ത്രങ്ങളിൽ ഉപയോഗശേഷം വളരെ സൂക്ഷ്മതയോടെ ഗ്രീസിംഗ് നടത്തി ഓയിൽ സ്പ്രേ ചെയ്യണം. ട്രാക്ടറുകളുടെ എയർ ക്ലീനറുകളിൽ മഴക്കാലത്ത് വെള്ളം കടന്നുകൂടാൻ ഇടയുള്ളതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കി എഞ്ചിനിലേക്കുള്ള വായുപ്രവാഹം സുഗമമാക്കണം. തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മുയൽ വളർത്തലിൽ ജൂലൈ 18 രാവിലെ 10 മണിക്ക് പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ KVKയുടെ വെബ്സൈറ്റ് വഴിയോ ഫോൺ മുഖേനയോ രജിസ്റ്റർ ചെയ്യണം. വെബ്സൈറ്റ് www.kvkthrissur.org. ഫോൺ നമ്പർ 0487237555. കാർഷിക യന്ത്രങ്ങളുടെ ടെസ്റ്റിംഗ് സെന്റർ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ ഓഗസ്റ്റ് മാസം ആരംഭിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക സഹകരണ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിക്കുന്ന കേന്ദ്രത്തിൽ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന വിവിധ യന്ത്രങ്ങൾ പരിശോധനയും ടെസ്റ്റിംഗും നടത്തി ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നതാണെന്ന് കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ഡീൻ അറിയിച്ചു. വെള്ളായണി കാർഷിക കോളേജിൽ കൂൺ കൃഷിയിൽ 4 ദിവസത്തെ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ ഈ മാസം 15 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047123833573. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഓണപ്പൂ കൃഷിക്ക് യോജിച്ച ചെണ്ടുമല്ലി തൈകൾ ₹1 നിരക്കിൽ ലഭ്യമാണ്. പണം അടച്ച് തൈകൾ ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446370726.
തവനൂർ കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ പോളി ഹൌസ് കൃഷിയെ സംബന്ധിച്ച് 2 ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പോളി ഹൌസ് കൃഷിയിൽ അറിഞ്ഞിരിക്കേണ്ട വിവിധ സാങ്കേതിക അറിവുകളെക്കുറിച്ച് കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരാണ് പരിശീലനം നൽകുന്നത്. 2 ദിവസത്തെ ട്രെയിനിങ്ങിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും അതാത് ജില്ലാ ആസ്ഥാനത്തുള്ള ഹോർട്ടിക്കൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ബന്ധപ്പെടണം. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 19,500 രൂപ, റബ്ബർ RSS 5 ക്വിന്റലിന് 18,500 രൂപ, വെളിച്ചെണ്ണ ക്വിന്റലിന് 6,650 രൂപ, കൊപ്ര ക്വിന്റലിന് 4,725 രൂപ, കുരുമുളക് ക്വിന്റലിന് 40,500 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 250 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 425 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ. ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 40,500 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 38,500 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 38,500 രൂപ, വയനാടൻ കുരുമുളക് ക്വിന്റലിന് 39,000 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിന്റലിന് 4,650 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ ക്വിന്റലിന് 7,270 രൂപ, കോട്ടയം 7,150 രൂപ, ആലപ്പുഴ 6,700 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.8, 23. കൊച്ചി 30.2, 21.8. ആലപ്പുഴ 25.8, 23.1. പുനലൂർ 26.6, 22.2. തിരുവനന്തപുരം 27.7, 22.9 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.